നമസ്കാരം, വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്നത്തെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്, ഇവ മൂന്നും പരിശോധിക്കാം. ആദ്യം ലഭിച്ച കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. 7 ഓഫ് സോഡ്സ് ഒരു കെയർഫുൾ കാർഡാണ്. എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. ചിലർ നമ്മളോട് ഹോണസ്റ്റ് അല്ലാതെ പെരുമാറുന്നു. നമുക്ക് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവാം. ഇൻഡ്യൂഷൻ കേൾക്കേണ്ട ദിവസം, ഇതാണ് 7 ഓഫ് സോഡ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഒരു കെയർഫുള്ളായിട്ടുള്ള ഒരു എനർജി ആയിരിക്കണം ഇന്ന്. അതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഒരു നിങ്ങളുടെ മനസ്സ് പറയുന്നത്, കാർഡ് ലഭിച്ചിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ഇമോഷണൽ ചോയ്സ് വേണ്ട ഒരു ദിവസമാണ് ഇന്നെന്നാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പറയുന്നത്. അതായത് ഒരാളോടുള്ള കണക്ഷൻ അത് ജെനുവിനാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ആണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റിലേഷൻഷിപ്പിലാവാം, പാർട്ട്ണർഷിപ്പിലാവാം, സെൽഫ് ലവിൽ സംബന്ധിച്ച ക്ലാരിറ്റിയും ആവാം. അപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാർട്ട് പറയുന്നത് പോലെ ചെയ്യണം എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സ് പറയുന്നത് പോലെ ഞാനിന്ന് ചെയ്യും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇതൊരു ക്ലിയർ ആൻഡ് പവർഫുൾ കാർഡാണ്, മെസ്സേജാണ്. അതായത് സെൽഫ് റെസ്പെക്റ്റും ട്രസ്റ്റുമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം ഈ ഒരു ക്യൂൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ള സ്ത്രീ ആണെങ്കിലും സ്വന്തം സ്പേസിൽ വന്നിട്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതായത് സ്വന്തം പീസിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിൽ ട്രൂത്തിന് കൂടുതൽ സ്ഥാനം നൽകണം എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അതായത് 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ലവേഴ്സ് കാർഡ് പറയുന്നത് ഹൃദയത്തിന് ആവശ്യം നല്ല സത്യസന്ധതയുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളാണ്. അതുപോലെ ക്യൂൻ ഓഫ് സോഡ്സ് പറയുന്നത് എല്ലാം വേണം, അതിന് ക്ലാരിറ്റി വേണം, അതിനൊരു ബൗണ്ടറി വേണം, അതിലെടുക്കുന്ന ഡിസിഷൻ വൈസായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.